അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ അശ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പൊതുവെ നിഷ്കളങ്കമായി ആളുകളുടെ മനസ്സിൽ ഉള്ളൊരു കാര്യമാണ് ഞങ്ങൾ ജിന്നുകളോട് സഹായം ചോദിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ മേൽ ഇത്തരൊരു ആരോപണവുമായി കടന്നു വരുന്നത്? ഈ നിഷ്കളങ്കമായ ചോദ്യം ആളുകൾ തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നത്. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കായതുമുണ്ട് ശിർക്കല്ലാത്തതുമുണ്ട് എന്നൊരു വാദം. ഇസ്ലാം ഇങ്ങനൊരു പുതിയ അഖീദ ഉണ്ടാക്കി, പുതിയൊരു തത്വമുണ്ടാക്കി, പുതിയൊരു ശൈലിയിൽ, പുതിയൊരു ഭാഷയിൽ, പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ മുമ്പും ഇതുപോലെയുള്ള പല വാദങ്ങളും വാദഗതികളുമായി ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് പറയുന്നതിനോടൊപ്പം മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് സഹായം തേടിയാൽ അത് ശിർക്കാവില്ലെന്ന അബദ്ധജടിലമായ വാദവുമായി ആളുകൾ കടന്നു വന്നപ്പോൾ വളരെ വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം അതിന് മറുപടി നൽകിയിട്ടുണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥന നടത്തിയാലും മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് സഹായം നടത്തിയാലും അത് രണ്ടും ശിർക്ക് തന്നെയാണ്. എന്നാൽ ഇവിടെ ഹാജറായ അല്ലെങ്കിൽ ഗോയിബായ ഹാജറില്ലാത്ത ജിന്നിനോട് അല്ലയോ ജിന്നെ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കും, ജിന്നെ രക്ഷിക്കണേ എന്ന് സഹായം തേടിയാൽ ശിർക്കുമായതുമുണ്ട് ശിർക്കല്ലാത്തതുമുണ്ട് എന്ന രൂപത്തിലുള്ള വാദഗതിയുമായിട്ടാണ് പ്രശ്നം നടക്കുന്നത്. ഇവിടെ ഞങ്ങൾ ആരും ജിന്നുകളോട് വിളിച്ച് സഹായം തേടുന്നില്ലല്ലോ. ഇത് നിഷ്കളങ്കമായൊരു ചോദ്യം. എങ്കിൽ പുതിയ വാദമായി കടന്നു വരുമ്പോൾ ഉമർ മൗലവിയുടെ മകൻ മുബാറക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പുസ്തകം കേരള ജമിയത്തുൽ ഉലമായും നിലപാട് മാറ്റും എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരും ഹാജരുള്ളവരുമായ സൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരില്ലെന്നും അത് ജിന്നുകളുടെ കാര്യത്തിലും ബാധകമാണെന്നും അത്തരം ചോദ്യങ്ങളെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥനയ്ക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റില്ലെന്നും ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നിലപാടെന്ന് പറയുന്നു. ഇതായിരുന്നോ യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നിലപാട്? ജീവിച്ചിരിക്കുന്നവരും ഹാജരുള്ളവരുമായ സൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരില്ല. ഇതേത് വിഷയമാണ്? ആ വിഷയത്തിൽ ജിന്നുണ്ടോ? ആ വിഷയം സാധാരണയായി മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല പോലീസുകാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് പോലെ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്ന വിഷയം, ആ വിഷയം ഇതിൽ ജിന്ന് ഉൾപ്പെടുമോ? ഒരാൾ ജിന്നിനോട് സഹായം തേടിയാൽ ആ സഹായം തേടൽ അത് ശിർക്കല്ലെന്ന വാദവുമായിട്ട് ആളുകൾ കടന്നു വരുമ്പോൾ അവിടെയാണ് പ്രശ്നം നിൽക്കുന്നത്. ഇവിടെ ഒരാൾ ജിന്നിനോട് സഹായം തേടണമെന്നില്ല. ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ലാത്തതുമുണ്ട് ശിർക്കായതുമുണ്ട്. അത് ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ തന്നെ അത് പ്രശ്നമാണ്. അതാണ് അതിൻ്റെ അപകടം. ഞാൻ ജിന്നിനോട് സഹായം ചോദിക്കുന്നില്ല, ഞാൻ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ആ സഹായത്തേട്ടം സഹായാർത്ഥന അത് ശിർക്കല്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ അപകടം അതിൽ നിൽക്കുന്നത്. ഇവിടെയാണ് വിസ്ഡം വിഭാഗത്തിന് തൗഹീദിലാണ് പിഴച്ചത്, അവിടെ അഖീദയാണ് പിഴച്ചതെന്ന് പറയാൻ കാരണം വളരെ വ്യക്തമായി. അതുകൊണ്ടാണ് ഇവർക്ക് ആയത്തുകൾക്ക് ദുർവ്യാഖ്യാനിക്കേണ്ടി വന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പേരിൽ കളവ് പറയേണ്ടി വന്നത്, തഫ്സീറുകൾ കൂട്ടിമാറ്റേണ്ടി വന്നത്. ഇത് മുഴുവനും ഇവർ ചെയ്യേണ്ടി വന്നത് അവരുടെ അഖീദയിൽ പിഴവ് സംഭവിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. നിഷ്കളങ്കരായ സ്വാഭാവികമായ നല്ല ചിന്തയുള്ള ആളുകൾ ചോദിക്കും, ഞങ്ങൾ ആരും ജിന്നോട് സഹായം തേടുന്നില്ല. ശരി തന്നെയാണ്, ജിന്നോട് സഹായം തേടിയാൽ ശിർക്കായതുമുണ്ട് ശിർക്കല്ലാത്തതുമുണ്ട് എന്ന വാദം, ആ ചിന്താഗതി അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് തന്നെയാണ് അപകടം. വളരെ വ്യക്തമായി ഇസ്ലാഹി പ്രസ്ഥാനം
കൃത്യമായി ഒരുപാട് തവണ ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനായ അനസ് മൗലവി ഒരുപാട് പ്രാവശ്യം ഇത്തരം വിഷയങ്ങൾക്ക്, അബദ്ധജടിലമായ വാദങ്ങൾക്ക് വളരെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരം ആളുകൾ പലപ്പോഴും ഖുർആൻ ദുർവ്യാഖ്യാനങ്ങളിലേക്ക് ഇവരെത്താനുള്ള സാഹചര്യം ഇവിടെ ഈ ഒരു ചിന്താഗതിയാണ് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇവർ ഈ രൂപത്തിലേക്ക് പോയി പിന്നീട് നുണ പറഞ്ഞ് ഏകദേശം 10 നുണയാണ് ഒരിക്കൽ. സ്വാഭാവികമായി ഒരു സ്റ്റേജിൽ നിന്ന് ജനങ്ങളുടെ മുന്നിൽ 10 നുണ പറയുന്നു. ആ 10 നുണയും നമ്മൾ കൃത്യമായി പിടികൂടി അവർക്ക് മുന്നിൽ ഹാജരാക്കി കൊടുക്കുന്നു. ഇന്ന് വരെ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാചകം പോലും പറയാൻ, ഒരു വാചകത്തിൻ്റെ കഷ്ടം പോലും ആ 10 കാര്യങ്ങളെ എണ്ണി 10 വേണ്ട, 9 വേണ്ട, 8 വേണ്ട, 7 വേണ്ട, 6 വേണ്ട, ഏതെങ്കിലും ഒരെണ്ണത്തിന് പോലും നട്ടല്ലോട് ഉയർത്തി നിർത്തി ഇനി പറയുന്നത് മുഴുവൻ നുണ, ആ നുണ ശരിയായ അത് നുണയല്ല എന്ന് കൃത്യമായി തെളിയിക്കാനുള്ള ഒരൊറ്റ വാചകം പോലും അവരുടെ അരികിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർ ചൂളിപ്പോകുന്നു. പിന്നീടാണ് തട്ടമിട്ട നുണ, തട്ടമിടാത്ത നുണ. ഇങ്ങനെ തട്ടമിട്ടാലും ഇല്ലെങ്കിലും നുണ, ആര് പറഞ്ഞാലും നുണ തന്നെയാണ്. അതുകൊണ്ട് ജിന്നെ സഹായിക്കണേ എന്ന ആ വിഷയം, ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന പറയൽ തന്നെയാണ് അപകടം. അവൻ ജിന്നിനോട് സഹായം തേടിയാലും ഇല്ലെങ്കിലും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടപരമായ വാദം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.